ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രയർ, ദ ലൈറ്റ് ആൻഡ് സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനിയും നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്ന സംശയങ്ങൾ തീർക്കാനുള്ള അവസരമാണ്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒത്തുചേരൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പല മേഖലകളിൽ വന്ന പലതരത്തിലുള്ള പ്രൊഫഷണൽസ് അവരെ ഒന്ന് അറിയുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. തീർച്ചയായും നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആരാണ്, എവിടുന്നാണ്, ഏതാണ് പ്രൊഫഷൻ എന്നും കൂടി അറിഞ്ഞാൽ കൊള്ളാം. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പരിചയപ്പെടൽ മാത്രമാണ്. അപ്പൊ അത് പറയുക, അതിനുശേഷം തന്റെ ചോദ്യം ഫോണിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം, അല്ല ഇവിടെ വന്നിട്ട് അവതരിപ്പിക്കണമെങ്കിൽ അങ്ങനെയാവാം. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചുരുങ്ങിയ സെഷനിൽ ഒരു പ്രത്യേക ടോപ്പിക്കില് വേണ്ടത്ര ജ്ഞാനം നമുക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വന്നുകൂടി അല്ലെങ്കിൽ ഇത്തിരി ഭക്ഷണം കഴിച്ച് സാധാരണ CME പ്രോഗ്രാമിലൊക്കെ ഡോക്ടേഴ്സ് പങ്കെടുക്കുന്ന പോലെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമുക്കതിൽ ഉപകാരപ്പെടുന്ന അമലായി മാറണം. ഇൻഷാ അല്ലാഹ് അതിൽ നിങ്ങളുടെ എവരുടെയും പാർട്ടിസിപ്പേഷൻ ക്ഷണിക്കുന്നു. ഡോക്ടർ നൗഷാദ്. നമസ്കാരത്തില് പൊതുവെ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു കൂടുതൽ ആളുകളും പറയുന്നത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊരു സംഗതിയാണ്. അതിൽ ആത്മാർത്ഥമായിട്ട് എങ്ങനെ നമസ്കാരത്തിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്ത് നിസ്കരിക്കാൻ നമസ്കാരത്തിന്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ അലദിനകും ഫി സ്വലാത്തിയും ഖാശിഊൻ. ഖുർആൻ പറയുന്നുണ്ട്, നമസ്കാരത്തിൽ അവർ അങ്ങേയറ്റത്തെ ഭക്തി കാണിക്കുന്നവരാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ രക്ഷിതാവിന്റെ മുമ്പിൽ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന്റെ നേരെ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവേശിക്കുന്ന ഒരു നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു, അവനുമായി നമ്മൾ മുനാജാത്ത്, നമ്മൾ ശരിക്കുള്ള സംഭാഷണം നടത്തുന്നു എന്നൊരു സംഗതി ആയതുകൊണ്ട് തന്നെ അത് വളരെ ഭക്തിപൂർവ്വം നിർവഹിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പൊ എനിക്ക് സാധാരണ പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമസ്കാരം എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ആളുകൾ എന്ത് കാര്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കൂടി ഒന്ന് ഇരിക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ മനസ്സുകൊണ്ടൊന്നും ഇരിക്കാണ്ടല്ലോ. എന്നാൽ ഒരു നിസ്കരിക്കാണ്ട് വരുമ്പോൾ എന്താ അതൊരു ധൃതിയാൽ തീർത്തു പോകണം എന്ന ഒരു മനസ്സാദ്യം നമ്മൾ മാറ്റണം. നിസ്കാരം എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കുന്നുണ്ട്, നമ്മൾ ആലോചിക്കണം, എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ശരിക്കൊന്ന് നമ്മൾ ഇരിക്കുന്ന പ്രതലത്തിന് ഭാരം കൊടുത്ത് ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ നമുക്ക് ഇവിടെയാണ് സമയം. ആ സമയമാണ് നിസ്കാരം. ഞാൻ അപ്പൊ എന്തോ സംഭവിച്ചോട്ടെ, എവിടെ എന്ത് സംഭവിച്ചാലും നമുക്കൊരു ഉത്തരവാദിത്വമല്ല. ആ 5 മിനിറ്റ് അങ്ങനെ വിചാരിക്കാൻ പറ്റിയ 5 മിനിറ്റ് വേറെ ഏതാള് മൊബൈലാണ് ഓഫാക്കിയിട്ട് ഇനി വരുന്നേ വന്നോട്ടെ വിചാരിക്കാൻ പറ്റിയൊരു സമയം ഈ 5 മിനിറ്റ് അല്ലാതെ വേറെ ഏതാള്. അതുകൊണ്ട് ആദ്യം എന്താ വെച്ചാൽ അതിലേക്കൊന്നാണ് മനസ്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ സംഭവിച്ചോട്ടെ എന്നാണ് വിചാരിക്കണം. സാധാരണ പറയേണ്ടി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചതാണ്. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ പറയുമ്പോൾ ആദ്യം മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുന്ന സമയത്ത് വടി നിരത്തിടും, കാനഹ ജാൻ, അതൊരു സർപ്പം പോലെയാണ്, വല്ലാ മുതുബിറം വലയുവാക്കി. ആ പാമ്പിനെ കാണുമ്പോൾ മൂസാ നബി തിരിഞ്ഞാണ് പോവുകയാണ്. അപ്പൊ മൂസാ നബിനോട് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, ഇന്റെ മുമ്പ് നിന്ന് പ്രവാചകന്മാര് പേടിക്കോന്നാ ചോദിക്കണേ. പടച്ചോന്റെ മുമ്പിലാ നിൽക്കണത് ആരാണ്? പ്രവാചകനാണ്. പേടിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയധികം ധൈര്യത്തിൽ നിൽക്കാൻ പറ്റിയ ഒരാളില്ല. ഒരു ഹാർട്ട് പേഷ്യന്റിന്റെ ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്. മൂപ്പര് പറയും രാത്രി ഉറങ്ങുമ്പോൾ സൈലന്റ് അറ്റാക്ക് വരാന്നാ പറയുന്നത്. ഇനിയിപ്പം എന്റെ കാര്യം ഇപ്പൊ എടുക്കാനാ. ഈ പകൽ സമയത്ത് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അധ്വാനം ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഞാൻ സാധ്യതയില്ലാത്തൊരു സമയം, അങ്ങനെ സമയം ഇല്ലാന്ന് നമുക്ക് വേണ്ടേ ഈ സമയത്ത്. അപ്പൊ എന്തെങ്കിലും ജീവിതത്തിന്റെ മാനസികാവസ്ഥ ആലോചിച്ചു നിങ്ങൾ. അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകിട്ടി നിൽക്കുമ്പോൾ സംഭവിച്ചോട്ടെ എന്നല്ലേ അല്ലേ? സുജൂക്ക് റുക്കോക്ക് പോകുമ്പോൾ സംഭവിച്ചോട്ടെ, പ്രശ്നമില്ല. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കാം. ഞാൻ പറഞ്ഞ ഒന്നും പേടിക്കാതെ മുഴുവൻ ഫ്രീ ആയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കളെ നിസ്കാരം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സാദ്യം നിസ്കാരത്തിൽ ഉണ്ടാവുക. ഞാനതാ ഒന്നാമത് വേണം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ചൊക്കെ തരൂ. നമ്മൾ ഒരു മനസ്സിന് ഏകാഗ്രത കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് പ്രതികരിക്കാൻ തുടങ്ങും.
അല്ലെ? മനസ്സിന് സ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആ പ്രതികരണമാണ് എന്ത്, ഇന്നിപ്പോ എന്ത് ചെയ്തു, അത് ശരിയാക്കിയിട്ടില്ലല്ലോ, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നപ്പെടുത്തുണ്ടല്ലോ, അവിടെ എന്തേ ചെയ്ത്, എന്റെ ഇപ്പം ഇന്ന് ഭാര്യനോട് സംസാരിച്ച് ഇന്ന് എന്താണ് അവിടെ ബിസിനസ്സിൽ, അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ ആ ഇടപാട്, അതിൽ നിങ്ങൾ എങ്ങനെ ഷെയർ കൂടാൻ പറ്റുക, പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ 100 ചോദ്യം മനസ്സ് നമ്മോട് ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റ് ഉത്തരം ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നിസ്കാരത്തിന് മുമ്പ് പരിഹരിച്ചു പോകേണ്ട കാര്യങ്ങളാണ്, നിസ്കാരത്തിന് മുമ്പ് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ജീവിതത്തിൽ അവിടവിടങ്ങളായി നമ്മുടെ മനസ്സാക്ഷി കുത്ത് ഉള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാനുള്ള ഒരു ആവശ്യമാണ്. പിന്നെ ഇപ്പൊ വേറെ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ മുമ്പും പിമ്പൊക്കെ നിസ്കരിക്കാനുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്. ഒരു വിശ്വാസം രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റാൽ വെറുതെ 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് രാത്രി നിസ്കാരം തുടങ്ങുക. രാത്രി നിസ്കാരം തന്നെ സുന്നത്താ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുന്ന, എഴുന്നേറ്റ് വീട്ടിൽ 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് രാത്രി നിസ്കാരം തുടങ്ങുള്ളൂ. ഉറങ്ങി എഴുന്നേൽക്കുന്നതല്ലേ? അപ്പോൾ അതിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ നിസ്കരിക്കുക എന്ന് വളരെ പ്രധാനമാണ്. പിന്നെ ജമാഅത്ത് ഞങ്ങൾ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോഴും വീട്ടിൽ നിസ്കരിക്കുമ്പോഴും വീട്ടിൽ നിന്ന് ധൃതിയിലാണ് തീർക്കൽ നിസ്കാരം ചെയ്യുക. അതിന്റെ ഒരു അവസ്ഥയിൽ നിർവഹിക്കാൻ പറ്റിയൊരു ചുറ്റുപാട് വേണം. പള്ളിയിൽ പറ്റിയ ചുറ്റുപാടാണ്. പള്ളിയിലാരും തിരക്കുണ്ടാക്കൂല, ബഹളം ഉണ്ടാക്കൂല. പള്ളിയിൽ നിസ്കരിക്കുന്നവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഖുർആൻ പോലും ഓതാൻ പറ്റൂല, അത്ര കണിശമാണ്. നിസ്കരിക്കുന്ന ഒരാൾക്ക് പള്ളിയിൽ ഖുർആൻ ഓതി കൂടെ, പക്ഷെ നിസ്കരിക്കുന്ന ഒരാളുടെ കോൺസെൻട്രേഷനെ ബാധിക്കുന്ന രൂപത്തിൽ ഖുർആൻ ഓതാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലം വേറെ ഉണ്ടാവും. നിസ്കരിക്കാൻ പറ്റിയൊരു പശ്ചാത്തലമാകണം, നിസ്കാരത്തിനുള്ള ഒരു ഭക്തിയുള്ള മനസ്സ് വേണം. എന്റെ നമസ്കാരം എന്ന നിലയ്ക്ക് എല്ലാം ഒഴിഞ്ഞ് മനസ്സിലേക്ക് ആ നമസ്കാരത്തെ എടുക്കണം, അതിലേക്ക് മുറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ ആഫാഫ വൽ ഗിന. പടച്ചോനെ തരണേ, ധർമ്മനിഷ്ഠ തരണേ, പരിശുദ്ധി തരണേ, മനസ്സിലെ ധന്യത തരണേ എന്ന് നമ്മൾ അള്ളാഹുവോട് ചോദിക്കേണ്ട കാര്യമാണ്. അതിന്റെ നമസ്കാരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിർവഹിക്കാനും അതിന്റെ ചിട്ടവട്ടങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ അത് ഭക്തിയോടെ നിർവഹിക്കാൻ നമുക്ക് പറ്റും. എന്റെ പേര് ഡോക്ടർ നൗഷാദ്, ഞാൻ വല്ലപ്പുഴ പ്രാക്ടീസ് ചെയ്യുന്നു. എന്റെ സംശയം, നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിലും മറ്റൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ നിസ്കരിക്കാത്തതോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കിയ നിസ്കാരങ്ങൾ അത് വീണ്ടും നിസ്കരിക്കേണ്ടതുണ്ടോ? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനിവിടെ അടുത്ത് കേട്ടതാണ്. ഇവിടെ ടൗണില് ആൾക്കാരൊക്കെ ഒന്നാമത്തെ റമദാന്റെ അന്ന് തറാവി നിസ്കരിക്കാൻ വേണ്ടി പോകും. രാത്രി നിസ്കാരത്തിന് വേണ്ടി തറാവി ഇമാം ജമാഅത്തെ നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ അന്നത്തെ നിസ്കാര പ്രസംഗത്തിൽ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, എന്ത് പറഞ്ഞു വെച്ചാൽ, നിങ്ങളിപ്പോ ഈ തറാവിയൊന്നും നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പല ഫർളുകളും നിങ്ങൾ നിസ്കരിക്കാൻ ബാക്കിയില്ലേ? ഫർളും നിസ്കരിക്കാത്ത ആൾക്കാരെന്താ സുന്നത്ത് നിസ്കരിച്ചിട്ട്? ഇനി അഥവാ നിങ്ങൾ ഈ ജമാഅത്തിൽ കൂടുകയാണെങ്കിൽ, നിസ്കാരം ഒഴിവാക്കിയ ആൾക്കാർ കൂടുകയാണെങ്കിൽ, നിങ്ങളെ മനസ്സിൽ രാത്രി നിസ്കാരമല്ല നിയ്യത്ത് വേണ്ടത്, പിന്നെന്ത് വേണം? നഷ്ടപ്പെട്ടു പോയ സുബഹികൾ മനസ്സിൽ വിചാരിച്ചു. എനിക്ക് 2 റക്അത്താണ് സുബഹി മനസ്സിൽ വിചാരിച്ചു. അപ്പൊ ആ സാധുക്കൾക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ രാത്രി നിസ്കാരം പോയി, കാരണം നിയ്യത്ത് വേറല്ലേ, അതില്ല. പിന്നെ ഈ കഴിഞ്ഞ നമസ്കാരങ്ങൾ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, നിർവഹിച്ച് വീട്ടേണ്ട ഒരു ബാധ്യതയേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു പ്രായപൂർത്തിയാക്ക് കഴിഞ്ഞുപോയ നമസ്കാരങ്ങളുടെ വിധി എന്താ വെച്ചാൽ ഒന്നുമില്ല, അതൊരു തെറ്റാണ്. അത് നിസ്കരിച്ച് വീട്ടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തെറ്റ് പരിഹരിക്കാൻ എന്താ മാർഗം? തെറ്റ് പരിഹരിക്കാനുള്ള മാർഗം നന്മ വർദ്ധിപ്പിക്കുക. അതുതന്നെയാണ് തെറ്റുകൾ പരിഹരിക്കാനുള്ള മാർഗം, നന്മ വർദ്ധിപ്പിക്കുക. അപ്പോൾ നിസ്കാരം ചെറുപ്പത്തിൽ തുടങ്ങിയ ആളുകളെക്കാളും ബാധ്യതയുണ്ട് നിസ്കാരം ഇടക്കാലത്ത് വെച്ച് തുടങ്ങിയ ആളുകൾ. ആ തെറ്റുകൾ മാത്രം. ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് ഒരു സ്ത്രീ ചോദിച്ചു, അല്ല ഈ നിസ്കാരം വീട്ടാൻ വേണ്ടി നോമ്പ് വീട്ടാൻ വേണ്ടി പറയുന്നു, നിസ്കാരം വീട്ടാൻ വേണ്ടി പറയില്ല, എന്താ നിസ്കാരം വീട്ടാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, നോമ്പ് നഷ്ടപ്പെട്ടവരോട് വീട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്. തെറ്റിന് അള്ളാഹുവോട് പശ്ചാത്തപിക്കുക, പരിഹാരത്തിന് വേണ്ടി പരമാവധി പുണ്യങ്ങളെ വർദ്ധിപ്പിക്കുക. ഒരു കാരണവശാലും കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയൊരു 100 ഇപ്പൊ നിസ്കരിക്കാൻ ഒരു വകുപ്പില്ല. കാരണം ആ സമയം കഴിഞ്ഞാൽ അതും കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പൊ അത് വീട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊരു സൗകര്യമായി വിചാരിക്കേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തെറ്റാണ്, അത് പരിഹരിക്കാൻ വേണ്ടി നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരം. അടുത്ത ചാൻസ് ലേഡീസ് സെക്ഷനാണ്. അവിടുന്ന് സംശയം ചോദിക്കാം, മൈക്ക് നിങ്ങൾക്ക് തരുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ ആ ഫയലിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് സെഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്കും കൂടെ അറിയിക്കേണ്ടതുണ്ട്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോഗ്രാം നടത്തുന്നതും നടത്തിക്കുന്നതും പ്രായോഗികവും ഒക്കെ നമ്മൾ തന്നെയാണ്.
ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എല്ലാ 2 മാസം കൂടുമ്പോഴും ഓരോ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അതാത് ഭാഗത്തെ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ മണ്ണാർക്കാട് നടന്നതുപോലെ അടുത്തത് ഒരുപക്ഷെ പട്ടാമ്പി, പിന്നെ പാലക്കാട്, അങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത് ഞങ്ങളുടെ കുറച്ചുപേരുടെ തീരുമാനങ്ങളാണ്. അതല്ല നല്ലത്, അതല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് തന്ന സ്ലിപ്പിൽ ഒരു പേജ് കീറിക്കൊണ്ട് അതിനകത്ത് നിങ്ങളുടേതായ സജഷൻസ് ആ ബോക്സിൽ നിക്ഷേപിക്കുക. ഞങ്ങളത് പരിഹരിക്കുക തന്നെ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻസ് ഫ്രം ലേഡീസ് വിങ്. താങ്ക് യു. അസ്സലാമു എൻ്റെ പേര് മുഹമ്മദ് ഇഷാഖ്, എഞ്ചിനീയറാണ് പേര്. യാത്രയിലെ നമസ്കാരത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ജമ്മു കശ്മീർ അല്ലെങ്കിൽ അതായിട്ട് ഇസ്ലാം വളരെ പ്രായോഗികമാണ് എന്നുള്ളതാണ് അതിന്റെ സൗകര്യം. സാധാരണഗതിയിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും എന്തൊക്കെ നമ്മുടെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പൊ സാധാരണ യാത്രക്കാരനെ കുഫമ തടവാൻ സോക്സ് ഇട്ട ആൾക്ക് ഒളിവോടുകൂടെ ശുദ്ധിയോട് സോക്സ് ധരിച്ചാൽ യാത്രക്കാരന് 3 ദിവസം. നിങ്ങൾ എന്നും ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ രാവിലെ കുളിച്ച് ഒളിവോടുകൂടെ സോക്സ് ധരിച്ചാൽ വൈകുന്നേരം വരെ പിന്നെ നിങ്ങൾ ഒതുക്കുമ്പോൾ കാലികല്ല, കാലല്ലാത്ത വാക്കൊക്കെ കഴുകിയിട്ട് ആ സോക്സ് മുൻ തടയാൻ മതി. ഒരു യാത്രക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് ഏതവസ്ഥയും. ഇനി അതിലുപരി ഇപ്പൊ ഈ ജമ്മു കാശ്മീരിന്റെയും പ്രശ്നമാണ്. നമ്മൾ എന്ത് യാത്ര ചെയ്യുന്നതും ഒരാവശ്യത്തിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര ദൂരം ഉണ്ടെങ്കിലും ജമ്മാക്കാൻ പറ്റുക, എത്ര ദൂരം ഉണ്ടെങ്കിൽ കസറാക്കാൻ പറ്റുക. അങ്ങനെ ദൂരം പറഞ്ഞില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതല്ലേ, അതൊരു 100 കിലോമീറ്റർ എന്നോ 50 കിലോമീറ്റർ എന്നോ പറഞ്ഞാൽ തന്നെ അതിന്റെ പ്രയോജനം നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോ 5000 കിലോമീറ്റർ സഞ്ചരിക്കുന്നവന് ജമ്മിന്റെയും കസറിന്റെ ആവശ്യം തന്നെ ഉണ്ടാവില്ല. ചിലപ്പോ 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നവന് അത് ആവശ്യമായി വരും. അപ്പൊ സത്യത്തിൽ അതിന്റെ ആവശ്യക്കാരന്റെ അവസ്ഥയും സാഹചര്യവുമാണ് അതിന്റെ മാനദണ്ഡം. പക്ഷെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ കസുർ എന്നാൽ 4 റക്അത്തുള്ളത് 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുക. ഇത് നിരുപാധികമാണ്. ഇതൊരു യാത്രയാണോ അയാൾക്ക് ചുരുക്കാം എന്ന് പറഞ്ഞാൽ ലോഹർ നിസ്കരിക്കുമ്പോൾ 2 നിസ്കരിച്ചാൽ മതി, അസർ നിസ്കരിക്കുമ്പോൾ 2 നിസ്കരിച്ചാൽ മതി, ഇശാ നിസ്കരിക്കുമ്പോൾ 2 നിസ്കരിച്ചാൽ മതി. കസുറിന് അത്രയും വിശാലമായ അനുവാദമുണ്ട്, ചുരുക്കാൻ വിശാലമായ അനുവാദമുണ്ട്. കാരണം നമസ്കാരം അടിസ്ഥാനപരമായി 2 ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് വർദ്ധിപ്പിച്ചു. അപ്പൊ അടിസ്ഥാന നമസ്കാരം യാത്രക്കാരൻ അടിസ്ഥാന നമസ്കാരം നിസ്കരിച്ചാൽ മതിയാണ് 2 റക്അത്ത്. അത് ഖുർആൻ തന്നെ പറഞ്ഞാണ്, നിങ്ങൾക്ക് കുറ്റമില്ല അൻ തഖ്സുറു സ്വലാ, നിസ്കാരം ചുരുക്കാം. നിങ്ങൾ യാത്ര ചെയ്യുകയാണോ നിസ്കാരം ചുരുക്കാം. അവിടെ ജമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഖുർആൻ അവിടെ ചുരുക്കുന്നതിനെ കുറിച്ച്. പക്ഷേ ആൾക്കാർ ജംആക്കുമ്പോൾ മാത്രമേ ചുരുക്കാൻ പറ്റുള്ളൂ എന്നല്ലാതെ പറയാം. ഏത് കൂട്ടി നിസ്കരിക്കുമ്പോൾ മാത്രമല്ല ചുരുക്കാൻ പറ്റുക. ചുരുക്കുന്നത് യാത്രക്കാരന് യാത്ര പോകുമ്പോൾ 4 എന്ത് ചെയ്യാം, 2 നമസ്കരിക്കാം. എന്നാൽ ജംആക്കേണ്ടതോ, ജംആക്കൽ ഒരാവശ്യമാണെങ്കിൽ യാത്ര പോകുമ്പോൾ 2 വക്ത് ഏത് ളുഹറും അസറും അതേപോലെ തന്നെ ഇശാവും മഗ്രിബും ഒന്നിച്ച് നിസ്കരിക്കേണ്ട ഒരാവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അതിന് അനുവാദം. അപ്പൊ ആവശ്യമുണ്ടോ എന്നുള്ളത് യാത്രയും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്കൊരു ആവശ്യമുണ്ടോ, എന്ത് ചെയ്യാൻ പറ്റും, ജമ്മാക്കാൻ പറ്റും. എന്നാൽ കസ്റു നമുക്ക് യാത്രയാണെങ്കിൽ നിരുപാധികമായി അള്ളാഹു ചെയ്തൊരു സൗകര്യം, അനുവദിച്ച ഒരു ഇളവ് നമുക്ക് സ്വീകരിക്കാവുന്നതാകുന്നതാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ രൂപമൊക്കെ അറിയാമായിരിക്കും. കസറും ജമ്മും കസറും ആക്കുകയാണെങ്കിൽ 2 രൂപങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ 2 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇഖാമത്ത് കൊടുക്കുക, അടുത്ത 2 റക്അത്ത് നമസ്കരിക്കുക. ആദ്യത്തെ നമസ്കാരം ആദ്യവും പിന്നെയും നിസ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ രൂപം. പിന്നെ ജംഅ തന്നെ കൂട്ടി നിസ്കരിക്കത്തിന് 2 വിധമുണ്ട്. ജമ്മു തഖ്ദീം എന്നും ജമ്മു തഅഖീർ എന്ന് പറയാൻ പറ്റും. ഇശ മഗ്രിബിക്ക് നിസ്കരിക്കാം, മഗ്രിബ് ഇശാക്ക് നിസ്കരിക്കാം. ളുഹർ അസർക്ക് നമസ്കരിക്കാം, അസർ ളുഹർ നമസ്കരിക്കാം. അങ്ങനെ 2 തരത്തിലാവാം നമ്മുടെ യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ച്. ഇത്രയും വലിയ വിശാലത ഈ വിഷയത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നും മനസ്സിലാക്കേണ്ടത് നിസ്കാരം എന്നാലും ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ്. ഇളവുകളൊക്കെ സ്വീകരിക്ക്, നിസ്കാരം അതിന്റെ കണിശതയോടെയും കൃത്യതയോടുകൂടെയും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ സൂചന. ഞാൻ ഡോക്ടർ അബ്ദുള്ള, ഇവിടെ തന്നെ മണ്ണാർക്കാടിനെ പ്രാക്ടീസിന്. പിന്നെ യാത്രയിൽ ഇപ്പം നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ വേറൊരാളുടെ വാഹനത്തിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പം നമസ്കാരം ചിലപ്പോൾ അതിന്റെ ഇടയിൽ എത്താൻ പറ്റില്ല. ആ സമയത്ത് എങ്ങനെയാണ്? പിന്നെ നമസ്കാരം യാത്രക്കാരൻ പരമാവധി നിർവഹിക്കാൻ, പൂർണ്ണതയോടെ നിർവഹിക്കാൻ ശ്രമിക്കാന്നുള്ളതാണ്. അപ്പൊ ചില സമയത്ത് ഒരു യാത്രാവേള നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒരു പ്രദേശത്ത് ഇറങ്ങി താമസിച്ച് നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നിസ്കരിക്കാം.
അതിപ്പോ ഒരു ഇരുന്ന് നമസ്കാരത്തിന്റെ സുജൂദും റുക്കുവൊക്കെ നിർവഹിച്ചുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം. ഇനി അതില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇരുന്നിട്ട് റുക്കുവിനേക്കാളും കുറച്ച് കുനിഞ്ഞാൽ സുജൂദാവും, അങ്ങനെ പറ്റും. അപ്പൊ ഒലുവെടുക്കാൻ എന്ത് ചെയ്യും? ഒലുവെടുക്കാൻ നമുക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രതലത്തിൽ, ബസ്സിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ഒരു പ്രതലത്തിൽ എന്ത് ചെയ്യാം? 2 കൈയും അടിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാം? മുഖവും കൈയും തടവി കഴിഞ്ഞാൽ തേമായി. അതിന് പിന്നെ മണ്ണിന്റെ ഒന്നും ആവശ്യമില്ല. സ്വൈദൻ തൊയ്യബെന്ന് ഖുർആൻ പറഞ്ഞുള്ളൂ. വൃത്തിയുള്ള ഒരു പ്രതലത്തിൽ കൈവച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ എവിടുന്ന് നിസ്കരിക്കാം. അപ്പൊ അവിടെ നമുക്ക് ഖിബിലക്ക് അഭിമുഖമായി ഇരിക്കാൻ പറ്റുമെന്ന് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? നമ്മൾ മനസ്സിലെങ്കിൽ ഒരു ബസ്സിന്റെ കമ്പിമേൽ ഒരാളെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ മനസ്സിൽ നമസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപവും പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമസ്കരിക്കാം. എന്നാലും നമസ്കാരം ഒഴിവാക്കാൻ യാതൊരു ന്യായമില്ല. അങ്ങനെയെങ്കിലും നമസ്കരിക്കാതിരുന്നാൽ നമ്മൾ കുറ്റക്കാരനാണ്. പിന്നെ പൊതുവെ ആളുകൾക്ക് ഒരു ചിന്ത, ശരിക്കും നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടില്ല എന്ന് അങ്ങനെ വിചാരിക്കരുത്. പല രോഗികളും നിസ്കരിക്കാൻ ശരിക്കും പറ്റാത്തതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളത് നിർവഹിക്കുമ്പോൾ അതായിരിക്കും എന്താണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ട് മറ്റു സമയത്ത് നിസ്കരിക്കുന്നതിനേക്കാളും സന്തോഷത്തോടെ അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കല്ലേ ചെയ്യുക. അതുകൊണ്ട് അതിലൊരു വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. ഏതു സാഹചര്യങ്ങളിലും നമസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാമിൽ ഒരു അനുവാദവുമില്ല. 2 സമയത്തല്ലാതെ. ഒന്ന് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഭ്രാന്ത് ബാധിച്ചു ബുദ്ധിക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയങ്ങളല്ലാത്ത ഒരു സമയം. മറന്നവൻ ഓർമ്മ വരുമ്പോൾ നിസ്കരിക്കണം. ഉറങ്ങിപ്പോയവൻ ഉണരുന്ന നേരം നിർവഹിക്കാനുള്ള നിസ്കാരം നിർവഹിച്ചിരിക്കണം എന്നാണ്. ഏതു സാഹചര്യങ്ങളിലും ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് നമസ്കാരം. സാധാരണ സുജൂദിലാണല്ലോ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. എന്റെ പേര് അൻവർ. ഞാനിവിടെ അട്ടപ്പാടിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വർക്ക് ടീച്ചറായിട്ട്. നമുക്ക് സാധാരണ സുജൂദിലാണ് നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകളൊക്കെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സുജൂദിൽ സ്ഥിരമായി പ്രാർത്ഥിക്കാവും. രണ്ടാമതായിട്ട് നമ്മൾ സാധാരണ പലപ്പോഴും പല ആളുകൾ ഈ ബോധം സ്ഥിരമായി നഷ്ടപ്പെട്ട കുറെ സമയം, 1 മണിക്കൂർ 2 മണിക്കൂർ 2-3 ദിവസമൊക്കെ അസുഖം കാരണമൊക്കെ നമുക്ക് ബോധം നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അവന്റെ നമസ്കാരത്തിന്റെ ഇതെന്താണ്? സാധാരണഗതിയിൽ പിന്നെ നമസ്കാരത്തിൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമസ്കാരത്തിൽ എപ്പോഴും നമുക്ക് വാരിതായി വന്ന, അതായത് ഹദീസിലോ ഒക്കെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനകളെ നമുക്ക് ഉരുവിടാൻ പറ്റും. നമുക്ക് നമസ്കാര ശേഷം നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. അപ്പൊ സുജൂദ് എന്ന് പറയുമ്പോൾ ആ സുജൂദിൽ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നാണ്. സുജൂദിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് നമസ്കാരം വർദ്ധിപ്പിച്ച് കൂടുതൽ നമസ്കരിച്ച് കൂടുതൽ സുജൂദുകൾ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്പം കൂടെ വിശദമായി മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഭാഷയിൽ നമസ്കാരത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ചില ആൾക്കാരെ അനുവാദമുണ്ടെന്ന് പറയുന്നു. പക്ഷേ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്നും തെളിവുകളും നമുക്ക് മനസ്സിലാക്കുന്നത് നമസ്കാരത്തിൽ നമ്മൾക്ക് നമ്മുടേതായ കലാമുന്നാസ് പറയും, ജനസംസാരം എന്തല്ല അനുവദനീയമല്ല എന്നാണ് മനസ്സിലാക്കി. അപ്പൊ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിസ്കാരം കഴിഞ്ഞാലും സുന്നത്ത് നമസ്കാരങ്ങൾ കഴിഞ്ഞാലും ഒക്കെ ദീർഘമായി പ്രാർത്ഥിക്കാം. അങ്ങനെ സുജൂദ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വാരിതായി വന്ന ദുആകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളുണ്ട് അറബിയിലുള്ള, അത് നമുക്ക് എത്രയും പ്രാർത്ഥിക്കാം. അതല്ലാത്ത പ്രാർത്ഥനകൾ മലയാളത്തിൽ നിർവഹിക്കാൻ നമസ്കാരത്തിൽ അനുവാദമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നുകൂടെ അതിനെപ്പറ്റി അന്വേഷിച്ച് പഠിക്കണം, നന്നായിരിക്കും തോന്നുന്നുണ്ട്. ഞാൻ അൻവർ ചോദിച്ചതിന്റെ ചോദ്യത്തിന് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനില് അപ്പർ ബർത്ത് കിട്ടിയാൽ സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പർ ബർത്തിൽ ഇരുന്നിട്ടൊക്കെ നിസ്കരിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പൊതുവെ കണ്ടുവരുന്ന നമ്മുടെ ഈ ബാംഗ്ലൂരിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ 2 ബർത്തിന്റെ ഇടയിൽ തന്നെയുള്ള ഭാഗത്ത് അവർ ഷീറ്റുകളൊക്കെ വെച്ചിട്ട് നിസ്കരിക്കുന്നതാണ് കാണുന്നത്. ചോദിക്കുന്നത് ഇതാണ്, ഇപ്പൊ നമ്മൾ മറ്റുള്ള മതസ്ഥരെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് റാഹത്താക്കാനുള്ളതാണ്.
അങ്ങനെയാണോ നല്ലത്, അതല്ല മുകളിൽ തന്നെ ഇരുന്നിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ നിസ്കരിക്കുന്നതാണോ ഉത്തമം? ഇതാണ് എന്റെ സംശയം. നേരത്തെ പറഞ്ഞ ഒന്നുണ്ട്, ഈ ബോധം നഷ്ടപ്പെട്ട ആളുടെ നിസ്കാരത്തെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരാൾക്ക് സാധാരണ ളുഹ്ർ മുതൽ അസർ വരെയുള്ള സമയത്ത് ആ സമയം വളരെ വിശാലമായ സമയമാണ്. അതിലിടക്ക് ബോധം പോയി അതിലിടക്ക് ബോധം വരികയാണെങ്കിൽ അയാൾ നിസ്കരിക്കണ്ടേ? എന്നാൽ ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞു, പിന്നെ ബോധം പോയി, അസറിന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ബോധം വന്നാൽ അയാളെ നിസ്കാരം നമ്മൾ ഓർമ്മപ്പെടുത്തണം, അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ഒരു തിയേറ്ററിൽ അനസ്തേഷ്യ കൊടുത്ത ആൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യണം? ആ വക്തിൽ വന്നാൽ അയാളെ നമ്മൾ ഓർമ്മപ്പെടുത്തണം, അയാൾ നിസ്കരിക്കണം. അതാണ്. ഇനി അതല്ല, ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് അതിന് ബാധ്യതയല്ല. പിന്നെ എപ്പോഴാണോ ബോധം വരുന്ന ആ നിമിഷം മുഴുവൻ നിസ്കാരം നടക്കണം. കഴിഞ്ഞ നിസ്കാരം നിസ്കരിച്ച് കൂട്ടാൻ ഒരു വകുപ്പുമില്ല. എപ്പോൾ ബോധം വന്നോ ആ വക്ത് മുതൽ. ഇപ്പൊ ഒരാൾ മുസ്ലിമായി, ആ മുസ്ലിമായ സമയത്തുള്ള നമസ്കാരം മുതൽ അയാൾക്ക് നിർബന്ധമാണ്. അപ്പോഴേ ഉള്ളൂ, അവരെയുള്ള ഇല്ല എന്ന പോലെ ബാധ്യത വരുന്ന സമയം മുതൽ അതെന്തായിരിക്കുന്നത്. പിന്നെ വേറെ ചോദ്യം ഇപ്പൊ ചോദിച്ചാണ് ഈ ട്രെയിനിൽ നിന്നുള്ള നമസ്കാരം. നമ്മൾ എവിടുന്നാണെങ്കിലും വേറുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലേ? വേറുള്ളവർക്ക് ഭക്ഷണം കഴിക്കായിരിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു സീറ്റും സൗകര്യവും നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എനിക്കൊന്ന് നിസ്കരിക്കണം, നിങ്ങളൊന്ന് എഴുന്നേറ്റോളൂ എന്ന് പറയേണ്ട ഒരവസ്ഥ എന്തായാലും അത്രയേ ഒരു നല്ല സമീപനമല്ല എന്ന് തോന്നുന്നത്. കാരണം ഓരോരുത്തരും അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ അതിനോട് യോജിപ്പുള്ള വിയോജിപ്പൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ പറയണത്, നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുക, നിങ്ങൾ ഇവിടെ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കുന്നതിനോട് വിരോധമില്ലല്ലോ. അതൊക്കെ ഒരു മാനേഴ്സ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ എവിടെ. അതിനനുസരിച്ചായിരിക്കണം എന്തു കാര്യങ്ങളും. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും ആരാധനകൾ ചെയ്യുകയാണെങ്കിലും ഒക്കെ പരിസരത്തുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. കാരണം നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ സ്വഭാവവും കൂടെ നമ്മുടെ വിശ്വാസത്തിന്റെയും മതത്തിന്റെയും ഭാഗമാണല്ലോ. ചില ആൾക്കാരുണ്ട് ഈ ട്രെയിനിലൊക്കെ ഒന്നിച്ചു കൂടെ പോകുമ്പോഴും ഒരു ബർത്തിലോലെ മുഴുവൻ ഒന്നായിട്ട് പുറത്താക്കിയിട്ട് ഓല കൂടുതൽ ഒരാൾ പള്ളിക്ക് ഇമാം വെക്കണമാരി ഇമാം ഒന്ന് ബാക്കിയുള്ളവരൊക്കെ പാടെ എന്ത് ചെയ്യും? മൗമൂമിങ്ങളായി ചേർത്ത് മൊത്തം ഒരു കോലാഹലം ഉണ്ടാക്കണം. അതൊക്കെ ഇപ്പൊ നിസ്കാരം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് നമുക്ക് തോന്നുന്നില്ല. അതിന്റെ പ്രായോഗികതയും അവസ്ഥയും പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റ് രാവിലെ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഒരു വൈകുന്നേരം 5 മണിയൊക്കെയുള്ള കേസ് വരെ ഉണ്ടാവും. ആ സമയത്ത് പേഷ്യന്റ് എന്ത് ചെയ്യും? ബോധമൊന്നും പോയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ധരിപ്പിച്ചിട്ടേ ഉണ്ടാവുള്ളൂ പേഷ്യന്റിന്. നമ്മൾ സാധാരണഗതി നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അയാൾ നമസ്കരിച്ചിരിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. അത് പൊതുവെ എന്താ വെച്ചാൽ ഈ നജസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പൊതുവെ. ഇപ്പൊ ഒരു ഡെലിവറി ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിഫാസ് നമ്മൾ പറയും, പ്രസവ രക്തം, അവർക്ക് നിസ്കാരം ഉണ്ടോ? അവർക്ക് നിസ്കാരം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ സാധാരണഗതിയിലൊരു സർജറി അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതൊക്കെ ശരിക്കും അവിടുത്തെ ആളുകളായിട്ട് സൗകര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ ബ്ലഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവർ ബോധം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നിസ്കരിക്കുന്നതിനാണ് വേണ്ടത്. അങ്ങനത്തെ ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാന്നുള്ളതിൽ ഇപ്പൊ നമ്മൾ എവിടെ തെരഞ്ഞാലും ഒരു ഇളവും കാണില്ല. അതായത് ബോധമുള്ള ഒരാൾ എന്ത് ചെയ്യണം? നമസ്കരിച്ചിരിക്കണം എന്നാണ് നിർബന്ധമായിട്ട്. അപ്പൊ അത് സ്വാഭാവികമായി എന്താ അറിയൂ, നമുക്ക് ബോധം വേണ്ടതാണ്. എനിക്ക് ഒരു ബോധം ഉണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കണം എന്ന് എനിക്കുണ്ടെങ്കിൽ അതിന്റെ സാഹചര്യം എനിക്ക് കിട്ടിയിരിക്കും. എനിക്ക് എന്റെ മാലിന്യങ്ങളും കാര്യങ്ങളും വൃത്തിയാക്കാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ അതിന് സാധിക്കാത്ത ആളാണ്. അതുകൊണ്ട് ഫസ്തഖുല്ലാഹ മാത്രം നമ്മൾ കഴിയുമ്പോലെ വൃത്തിയാക്കാൻ നമ്മൾ നിസ്കരിക്കാം. അതേ പറ്റുള്ളൂ. എനിക്ക് എന്നെ ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റൂല്ലെങ്കിൽ ഞാൻ എനിക്ക് കറ്റണമെങ്കിൽ നിസ്കരിക്കാം. നിസ്കാരം ഉപേക്ഷിക്കാൻ അതൊരു കാരണമായിക്കൂടാ. വേറൊരാളെ ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ. എന്തായിരുന്നാലും എനിക്ക് ബോധമുണ്ടോ? നിസ്കരിക്കണം. ഒരു കാരണങ്ങളെ കൊണ്ടും നമസ്കാരം ഒഴിവാക്കാൻ ഒരു സന്ദർഭത്തിലും അനുവാദമില്ല. അങ്ങനെ തന്നെ പറയാൻ പറ്റും. അതിന് പ്രായോഗികത പരമാവധി കഴിയുന്ന പോലെ ചെയ്യാന്നല്ലേ പറയാൻ പറ്റൂ. കിബില എന്താ പറയുക, നമസ്കാരത്തിന്റെ ശരിയാവാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ്. അപ്പോ കിബില നമ്മൾക്ക് നോക്കാൻ പറ്റിത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ. ഇപ്പൊ ഒരു യാത്ര, നമുക്കൊരു ദിശയും ഒരു സംഗതിയും കണ്ടുപിടിക്കാൻ ഒരു മാർഗം അല്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അവസ്ഥ വെച്ച് മനസ്സിലാക്കുക. ഇപ്പോ യാത്രക്കാരൻ കിബില നോക്കേണ്ടതൊന്നുമില്ല. കിബില നോക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കുക തന്നെ വേണം. ഇപ്പൊ വലിയ വജ്ഹക ഷത്റൽ മസ്ജിദുൽ ഹറാം ഖുർആൻ നിർബന്ധമായി പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് കഴിയില്ലെങ്കിൽ എന്താ ചെയ്യാ? കിബില മനസ്സിലാക്കാൻ ഒരു മാർഗമില്ല, അറിയാനൊരു അവസ്ഥയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഒരു കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചുകൊണ്ട് ഇന്ന ഭാഗത്താകുമെന്ന് ചിന്തിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അതല്ലാതെ
കിബില നോക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. നോക്കാൻ പറ്റാത്തത് കൊണ്ട് നോക്കുന്നില്ല എന്ന് മാത്രം. അതല്ലാതെ യാത്രയിലാണോ കിബില നോക്കണ്ടെങ്കിലും നിന്ന് നിസ്കരിക്കാമെന്നില്ല. യാത്രയിൽ അതിന് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ പറ്റും എന്നല്ലാതെ യാത്രക്കാരൻ കിബില. പിന്നെ ചിലപ്പോൾ യാത്ര വാഹനമാണെങ്കിൽ ആരംഭിക്കുന്ന സമയത്ത് കിബിലക്ക് നേരെ തിരിച്ച് പിന്നെ വാഹനം പോണ വഴിക്ക് നിസ്കരിക്കാന്നാണ്. അത്രേ ഉള്ളൂ. എന്തായിരുന്നാലും പരമാവധി കിബില കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കണം. യാത്രയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക നമ്മൾ നിസ്കരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിസ്കരിക്കുന്നതാണോ നിർബന്ധിക്കുന്നത്? അപ്പൊ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുള്ളപ്പോ ആ രീതിയിൽ നിസ്കരിച്ചാൽ മതിയോ? അല്ല, ചിലര് മാനസികമായിട്ടുള്ള നിസ്കാരം നിസ്കരിക്കാറുണ്ട്. അങ്ങനെയല്ലോ സാധിക്കുന്ന അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? നിർവഹിച്ചിരിക്കണം. സാധിക്കുന്ന അവസ്ഥ നമ്മൾ. ഇപ്പൊ സാധാരണ നമ്മൾ പറയപ്പോ ഈ കയ്യാമൊക്കെ നിസ്കാരത്തിൽ നിർത്തുക, അതൊക്കെ നിസ്കാരത്തിലെ നിർബന്ധ ഘടകമാണ്. നിൽക്കുക എന്ന് പറഞ്ഞാലേ, അപ്പൊ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന അയാൾ നിന്ന് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരാൾ ഒരിക്കലും ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല. പക്ഷെ നമുക്കത് നിന്ന് നിർവഹിക്കാൻ പറ്റില്ലായിരിക്കും. ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, അത്ര താഴെയാണ് റൂഫെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ എന്താ വെച്ചാൽ സാധിക്കുന്ന പോലെ ചെയ്യാന്നുള്ളതാണ്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം, സാധിക്കുന്ന പോലെ ചെയ്യാം. മനസ്സിലായി? ഒരാൾക്കിപ്പോ റുക്കൂക്കും സുജൂക്കും പിന്നെ നിലത്ത് കമഴ്ന്ന് കിടക്കാൻ പറ്റാത്ത ആളുകൾ നിൽക്കാൻ പറ്റുന്ന നിൽക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന പോലെ തന്നെയാണ് ട്രെയിനിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ സുജൂദ് ചെയ്യാൻ നമുക്ക് നിലത്ത് പറ്റുമെങ്കിൽ നിലത്ത് തന്നെ സുജൂദ് ചെയ്യണം. പറ്റാതെ വരുമ്പോഴല്ലേ നമ്മൾ ഒരവസ്ഥ വരെ കുനിഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഞാൻ മൊത്തം എല്ലാറ്റിന്റെയും ആൻസർ ഒന്നാണ്. നമുക്ക് നമസ്കാരത്തിനൊരു പൂർണ്ണ രൂപം അറിയാം, അത് അങ്ങനെ തന്നെയാണ് നിർവഹിക്കേണ്ടത്. സാധിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നിർവഹിക്കാന്നേ നമുക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ സതിയിൽ, ഞാൻ പട്ടണത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ സാധാരണ നമ്മൾ മൊബൈൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ സൈലന്റ് മോഡിലാക്കിയിട്ടാണ് നമസ്കരിക്കുക. അങ്ങനെ ഇൻകേസ് അങ്ങനെ മറന്നു, സൈലന്റ് മോഡിലാക്കാൻ മറന്നു, നിസ്കരിക്കുമ്പോൾ ജമാഅത്തെ നിസ്കരിക്കുകയാണ്, മൊബൈൽ ഇങ്ങനെ റിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ കേസിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പോക്കറ്റിലാണ്, ഇപ്പൊ സാധാരണ സുജൂദ് അങ്ങനത്തെ പോക്കറ്റിലാണെങ്കിൽ കൈയിട്ടിട്ട് ഓഫ് ആക്കാൻ പറ്റുമോ? എനിക്കിപ്പോ എന്റെ ഒരു തോന്നലും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നബി നമസ്കാരത്തിൽ അങ്ങനെ ഇപ്പൊ സുജൂദ് ചെയ്യുമ്പോൾ വല്ലതും കണ്ടാലും കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളെ നബി എടുത്തിട്ട് പുറത്ത് താഴത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ശരിയാണോ? നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. എന്നുവെച്ചാല് കറക്റ്റാണ്, തെളിവും കറക്റ്റാണ്. ഇതിനെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യമാണെങ്കിൽ 3 പ്രാവശ്യമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നൊക്കെ സാധാരണഗതിയിൽ ആളുകൾ നാട്ടുപറയുന്ന ഒരു വർത്തമാനമാണ്. യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ നമ്മൾ പരമാവധി ഏകാഗ്രതയോടുകൂടെ തന്നെയാണ്, അനങ്ങാതെ തന്നെ ഒരു കുനൂത്ത് എന്ന് പറയും. അതായത് അച്ചടക്കത്തോടു കൂടിയാണ് നമസ്കാരം. ഖൂമൂലില്ലാഹി ഖാനിതീൻ, ഖൂമൂലില്ലാഹി ഖാനിതീൻ, വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെയാണ് നിങ്ങൾ നമസ്കാരം നിർവഹിക്കേണ്ടതാണ്. പക്ഷേ മൊബൈൽ ശബ്ദിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല പ്രശ്നം, മൊത്തം പള്ളി പ്രശ്നമാണ്. അപ്പൊ എന്താണ് ഏറ്റവും ഒന്നാമത്തെ റിങ് ചെയ്യുമ്പോൾ അത് ഓഫാക്കുമ്പോൾ എന്താ വെച്ചാൽ ശരിക്കും ഓഫായി എന്ന് ഉറപ്പ് വരുത്തി തന്നെ വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ അടിച്ചുകൊണ്ടിരിക്കും, പിന്നെ നമുക്ക് നിസ്കാരമുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ശരിയായ രൂപത്തിൽ അത് എടുത്ത് നമുക്ക് മൈക്ക് ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത്, കുട്ടി കരയുന്ന സമയത്ത്, ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആവശ്യമുള്ള സന്ദർഭത്തിൽ മറ്റുള്ളവർക്കും നമുക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നതിന് ഒരു വിരോധവും ഇല്ല. തെളിവ് പറഞ്ഞു, നബി നിസ്കാരത്തിൽ കുട്ടികളെടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ തന്നെയാണ് അതിന്റെ തെളിവുകൾ. അപ്പൊ അതിനൊരു പ്രയാസമില്ല. അത് വളരെ നമ്മൾ മൊബൈൽ അടിക്കുന്നത് കണ്ടാൽ ഉടനെ ഓഫാക്കണം. കഴിയണോ നമ്മൾ കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അതൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അസ്സലാമലൈക്കും. ഞാൻ ബഷീർ, അരനെല്ല സ്വദേശിയാണ്. ഷൊർണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. സംശയം, നിസ്കാരത്തിന്റെ കൃത്യനിഷ്ഠയെ കുറിച്ചാണ് സംശയമുള്ളത്. അത് ടൈം സ്പാന്, ഓരോ ഭക്തന്റെയും ടൈം സ്പാനാണ് ഉദ്ദേശിച്ചത്. സംശയം വരുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും ഈ ജോലി തിരക്കിന്റെ ഇടയിൽ വെച്ചിട്ട് സമയം വൈകി നിസ്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ളത്, ഈ വൈകി നിസ്കരിക്കുന്നവർ ഫൗലുല്ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞ ഗണത്തിൽ പെടുവോ ഇല്ലേ, അതിന്റെ വിശദീകരണത്തിൽ അങ്ങനെ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. സമയം തെറ്റിക്കഴിഞ്ഞാൽ നമസ്കാരം നഷ്ടപ്പെട്ടു, പിന്നെ ഒന്നും പറയണ്ടല്ലോ. നിസ്കരിക്കാത്ത ഒരാളെ പോലെ തന്നെയാണ് അയാൾ. നിസ്കാരം
സ്വീകരിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് എന്ത്? സമയത്തായിരിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് രാവിലെ പോകാനൊരു ബസ്സുണ്ട്. 5:35 ബസ് വരിക. ബാങ്ക് 5:37 2 മിനിറ്റല്ലേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ ആ 5:37 പിന്നെ ബാങ്ക് കൊടുക്കുന്ന സ്ഥിതിക്ക് ഒരു 3 മിനിറ്റ് ബിഫോർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? നിസ്കരിച്ചാൽ പറ്റൂല. കാരണം ബാങ്ക് വിളിച്ചിട്ടില്ല. എന്ന പോലെ തന്നെയാണ് എന്റെ എൻഡും നമസ്കാരത്തിന്റെ അവസാനം. ഒരിക്കലും സമയം തെറ്റാൻ പറ്റില്ല. അത് ഇന്ന സ്വലാത്ത കാനത്താലിൽ മുഅ്മിനീന കിതാബ് മൗഖൂത, വളരെ കറക്റ്റാണ്. ആ സമയം തെറ്റിയാൽ നമസ്കാരം പോയി. മറന്നോ അയാൾക്ക് നിസ്കരിക്കാം, ഉറങ്ങിപ്പോയത്. മറ്റത് നമ്മുടെ നമസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. കാരണം അങ്ങനെ ഒരു അനുവാദം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സംഭവിച്ചു പോകും. ഞാൻ കുറ്റപ്പെടുത്തല്ല. എന്നിപ്പോ എത്ര ആൾ വൈകി വന്നത്? നിങ്ങളൊക്കെ തിരക്കുള്ള ആൾക്കാരാണുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. കാരണം അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയാകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യപ്രകാരം ചെയ്യാൻ പറ്റും. ചിലൊരു കൃത്യസമയം നിശ്ചയിച്ചില്ലെങ്കിൽ ആരാ സമയം നിസ്കരിക്കാമായിരുന്നു. അവിടെ സമയനിഷ്ഠ എന്നുള്ളത് നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരു വിട്ടുവീഴ്ച അറിയാം. അപ്പോൾ നമസ്കാരത്തിന് സമയം കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞു. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ വളരെയധികം വിശാലമായ ഒരു സമയം നിസ്കാരത്തിനുണ്ട്. അറിയാലോ, ഇപ്പൊ ളുഹർ കഴിഞ്ഞ് അസർ വരെ എന്ത് ചെയ്യാൻ പറ്റും? ളുഹർ നിസ്കരിക്കാൻ പറ്റും. അസർ കഴിഞ്ഞ് മഗ്‌രിബില് ആ അസ്തമയത്തിന്റെ സ്ഥാനമാവുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റും? നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ അത്രയും വിശാലത അതിനുണ്ട്. കുറച്ച് സമയം കുടുസായത് സുബഹിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സമയമുണ്ട്, പക്ഷെ എങ്കിൽ പോലും. അപ്പൊ അത് സമയം തെറ്റുക എന്നുള്ളത് നമസ്കാരത്തിൽ അനുവാദമേ ഇല്ല. പിന്നെ ചോദിച്ചു വൈലുൽ മുസല്ലി പെടുമെന്നുള്ളതാണ് ആ ചോദ്യം. ഒന്ന് അത് ഞാൻ ഉദ്ദേശിച്ചത് ളുഹർ നമസ്കരിക്കുന്ന അസറിന് ശേഷം എന്നുള്ളതല്ല. അതായത് സമയം ളുഹർ നമസ്കരിച്ച് ബാങ്ക് വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ നമസ്കരിക്കണോ അതോ വൈകി തിരക്കുകാരൻ? അതാണ് ഉദ്ദേശിച്ചത്. അതൊരു ചർച്ചയാണ് പ്രധാനം. അതായത് ഒരു പുരുഷൻ നമസ്കരിക്കേണ്ടത് ജമാഅത്തിലാണ് നിസ്കരിക്കേണ്ടത്. അതായത് ജമാഅത്ത് എപ്പോഴാണോ പള്ളിയിൽ അതിന്റെ കൂടെയാണ് അയാൾ നമസ്കരിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ല നമസ്കാരം ഒരു വക്തിന്റെ ആദ്യത്തെ ജമാഅത്തോടുകൂടെ നമസ്കരിക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ അയ്യില്ല മാരി അഫ്ളൽ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ വിശ്വാസം പറഞ്ഞ എന്താണ്? അസ്വലാത്തു ലിവഖ്തിഹാ, സമയത്ത് നമസ്കരിക്കുക എന്നാണ്. പിന്നെ അവ്വൽ വക്ത്, ഏറ്റവും ഒന്നാമത്തെ സമയം. മഹാന്മാരായ മദ്ഹബിന്റെ പണ്ഡിതന്മാരൊക്കെ നമസ്കാരത്തിന്റെ മൊത്തം സമയത്ത് വീതിച്ചിട്ടുണ്ട്. ഏറ്റവും ഫളിലുള്ളത്, പിന്നെ ഫളിലുള്ളത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വീതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ലെങ്കിലും നമസ്കാരം ബാങ്ക് കേട്ടാൽ ജമാഅത്തായി നിർവഹിക്കുക, അതില്ലെങ്കിൽ ആദ്യ സമയത്ത് നിർവഹിക്കണം. അപ്പൊ ഒരാൾ കുറച്ച് വൈകിയാൽ ആ പ്രതിഫലത്തിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാവുന്നല്ലാതെ അയാളെ നമസ്കാരം എന്താവൂല, സ്വീകരിക്കപ്പെടാതെ പോകുന്ന പ്രശ്നമല്ല. വക്തിന്റെ ഉള്ളിലാണെങ്കിൽ, സമയത്തിനുള്ളിലാണെങ്കിൽ. പക്ഷെ ഏറ്റവും പ്രധാനം ജമാഅത്തായി നിസ്കരിക്കലാണ്. പിന്നെ ജമാഅത്ത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ആദ്യ സമയം തന്നെയാണ് ഏറ്റവും ഉത്തമം. വിശാംസ്കാരൻ നബി കുറച്ച് വൈകി നിസ്കരിച്ചു കാണാൻ പറ്റും. അത് ജമാഅത്താണ്, ഒറ്റക്കല്ല. ജമാഅത്ത് കുറച്ച് വൈകിപ്പിക്കുക, അങ്ങനെയാണ്. അത് നമ്മുടെ പ്രാദേശികമായ ആളുകളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചുകൊണ്ടൊരു സമയം നിർണ്ണയിക്കുന്നതിനൊരിക്കലും ഇസ്ലാമിനെതിരല്ല. ആ സമയത്താണ്. അപ്പൊ ഒരാള് പിന്നെ ളുഹർ 12:30 വാങ്ങ് കൊടുത്തു, 12:30 തന്നെ എനിക്ക് നിസ്കരിക്കണം എന്ന് വിചാരിക്കുന്നതാണോ? 12:40 ജമാഅത്ത് കൂടുതലാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഏതാ നല്ലത്? 12:40 ജമാഅത്ത് കൂടുതലല്ലേ, അല്ലാതെ 12:30 വാങ്ങ് കൊടുത്തേക്ക് നിസ്കരിക്കലല്ലോ. അപ്പൊ അവിടെ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനം. ആ ജമാഅത്തിന്റെ കൂടെ നിസ്കരിക്കുക, അല്ലെങ്കിൽ ആദ്യ സമയത്ത് നിസ്കരിക്കുക, സമയം തീരുന്നതിനും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ, അതായത് ഇപ്പോ മഗ്‌രിബിന്റെ ടൈമില് ഇപ്പോ കുറച്ച് വളരെ ഷോർട്ട് ടൈം ആകുമ്പോ ലേഡീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കൺസിഡർ ചെയ്യണോ അതോ മനസ്സ് ചെയ്യണോ? കുറച്ച് ലേറ്റ് ആക്കണോ? സാധാരണഗതിയിൽ 2 ഉത്തരങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, പിന്നെ മഗ്‌രിബിന്റെ സമയത്തിന് കുറച്ച് വിശാലത ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അസ്തമയത്തിന്റെ ശോഭ മായുമ്പോഴാണ് ഇശ ആരംഭിക്കുന്നത്. അസ്തമയ ശോഭ മായുമ്പോഴാണ് മഗ്‌രിബിന്റെ സമയം അവസാനിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇശ വരെ മഗ്‌രിബിക്ക് സമയമുണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹദീസ് പ്രകാരം പറയാം. പക്ഷെ നമ്മുടെ നാട്ടിലും സമ്പ്രദായങ്ങളിലും ഒക്കെ എങ്ങനെ വിചാരിച്ചാൽ മഗ്‌രിബി ആൾക്കാർ പെട്ടെന്ന് നിസ്കരിക്കും. അത് അങ്ങനെ തന്നെയല്ലേ നല്ലത്.
നമ്മളിപ്പോ ഇനി മഹരിബിക്ക് കുറെ സമയമുണ്ട് പറഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യേണ്ടതില്ല, പുതിയതായി പഠിപ്പിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതിനെ പറ്റി പറയാത്തത്. ഇനി ആർക്കെങ്കിലും കുറച്ചു സാവകാശം വന്നുവെങ്കിൽ നമസ്കാരം എന്താകും, സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയല്ല. അത് ഇമാം ഷാഫിന്റെ ആ മദ്ഹബി വീക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഭിപ്രായം അങ്ങനെയാണ്. മഗ്രിബിക്ക് ബാങ്ക് കൊടുത്താൽ പിന്നെ 5 റക്അത്ത് നിസ്കരിക്കുന്ന സമയമുള്ളൂ ആകെ. മഗ്രിബി ബാങ്ക് കൊടുക്കുക, ഉടനെ 3 റക്അത്ത് നിസ്കരിക്കുക, അത് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച സമയം കഴിഞ്ഞു എന്നാണ്. അപ്പൊ എല്ലാവരും മഗ്രിബിക്ക് എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് പള്ളിയിലുണ്ടാവും, നിസ്കാരം കഴിയും. എന്നാൽ സാധാരണഗതിയിൽ സമയം ഹദീസിൽ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് അസ്തമയത്തിന്റെ ശോഭ മായുന്നത് വരെയാണ് മഗ്രിബിന്റെ സമയം, അത് മായുന്നതോടുകൂടിയാണ് ഇശാന്റെ സമയം അവസാനിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ഇശാന്റെ തൊട്ട് മുമ്പ് വരെ മഗ്രിബി നിസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടും. പക്ഷെ കഴിയുന്നതും അവല് വക്ത് തന്നെയാണല്ലോ നല്ലത്, അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഇപ്പോ പേഷ്യൻസ് ഒക്കെ കാത്തിക്കുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ പോകണം എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എമർജൻസി ആയിട്ട് ഇപ്പൊ കാഷ്വാലിറ്റി ആളെ കൊടുന്ന് അപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അല്ലാത്ത കേസിനൊക്കെ നമ്മൾ കാത്തുന്ന നമുക്ക് നിസ്കരിക്കാൻ നേരം കിട്ടും. സാധാരണഗതി ഞാൻ പറഞ്ഞൊരു സീരിയസ് അല്ലാത്ത സംഗതികളാണെങ്കിൽ എന്ത് ചെയ്യണം, എത്രയോ കാത്തു നിൽക്കുന്ന പേഷ്യൻസ് ഒക്കെ. ഇവിടെയൊക്കെ ചില ആശുപത്രി ചെന്നാൽ രാവിലെ 8 മണിക്ക് വന്ന ആള് ഡോക്ടർ വിളിക്കുന്ന 4 മണിക്കൊക്കെയാണ്. കാത്തിങ്ങനെ നിൽക്കല്ലേ. ഇപ്പൊ എന്തായിരുന്നാലും ആൾക്കാർ കാത്തു നിൽക്കും, ഇപ്പൊ എത്രയായാലും തീരൂല. നമുക്ക് നിസ്കാരത്തിന് ഒരു സമയം ഉണ്ടാകുക, ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുക, അതേ കാര്യം ഏറ്റവും നന്നാവുക. അതിന് അത്രമാത്രം ഒരു ജീവൻ അപകടപ്പെടുന്ന സമയമൊക്കെ ആണെങ്കിലാണ് നമ്മൾ അതിനെ പരിഗണിക്കേണ്ടത്. ബാക്കി എന്തൊരു പ്രൊഫഷൻ ആയിരുന്നാലും അതിൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നമസ്കാരത്തെ മാറ്റി വെക്കുമ്പോൾ ജീവിതത്തിൽ എന്നും നമുക്ക് കൃത്യം നമസ്കരിക്കാൻ എന്താവില്ല, സമയം കിട്ടും. അവിടെ നമ്മുടെ ജോലികളെ നമസ്കാരത്തിനനുസരിച്ച് ക്രമീകരിക്കലായിരിക്കും ബുദ്ധി. ജോലിക്കനുസരിച്ച് നിസ്കാരത്തെ ക്രമീകരിക്കുമ്പോൾ ചിലപ്പോൾ എന്നും നിസ്കാരം അങ്ങനെ ആവാനാണ് സാധ്യത. അതുകൊണ്ടൊരു മാറ്റം നല്ലതാണ്. എത്രയോ ആളുകൾക്ക് അത് പറ്റുന്നുണ്ട്. പിന്നെ അറിയോ, ഇതിന് ചെറിയൊരു സഹായം കൂടെ ഉണ്ട്. ഞങ്ങൾ പറയാറുണ്ട്, ജമാഅത്തായിട്ടേ നിസ്കരിക്കുള്ളൂ എന്ന് ഒരാൾ നിർബന്ധം പിടിച്ചാലേ അയാൾക്ക് അതിനനുസരിച്ച് പള്ളിയും സൗകര്യമൊക്കെ പടച്ചോ ഇങ്ങനെ ശരിയായി കൊടുക്കണമായിട്ട് തോന്നും. ഇപ്പൊ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വാശിയുണ്ട്, വിചാരിച്ചോളൂ എന്തായിരുന്നാലും ജമാഅത്തിന്, അപ്പൊ അതിനനുസരിച്ച് പള്ളിയും സൗകര്യമൊക്കെ നമുക്ക് കിട്ടും എന്ന പോലെ നമ്മുടെ ഒരു ജോലിയെ നമ്മുടെ നിസ്കാരത്തിനും ആരാധനയ്ക്കും പ്രാമുഖ്യം കൊടുത്ത് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു സൗകര്യം പടച്ചോ നമുക്കിങ്ങനെ ഒരുക്കി തരും. അതുകൊണ്ട് നമ്മുടെ ജോലിയെ നമസ്കാരത്തിനനുസരിച്ച് ക്രമീകരിക്കുക, അല്ലാതെ ജോലിക്കനുസരിച്ച് നമസ്കാരത്തെ ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടണം. എന്താ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ മനസ്സിലാക്കണം, ഒരു ജീവൻ രക്ഷപ്പെടുത്തേണ്ട ഒരു സമയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നമസ്കാരം തന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കണം, സമയം നഷ്ടപ്പെടുമെങ്കിൽ. പക്ഷേ നമസ്കാരത്തിന്റെ വിശാലത നമുക്ക് അവിടേക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, സമയത്തിന്റെ വിശാലത. എൻ്റെ പേര് മുഹമ്മദ് റിയാസ് താമ്പി. സ്ത്രീകളുടെ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കണം. ഇതിനോടൊപ്പം തന്നെ സ്ത്രീകൾ മയ്യത്ത് നമസ്കരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അവര് വീട്ടിൽ ഒരുപാട് അതുപോലെ അയൽവാസികളെ കൂട്ടിയിട്ട് എങ്ങനെ മയ്യത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കണം. ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വലിയ വ്യത്യാസങ്ങളൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല, രൂപത്തിലും കാര്യങ്ങളിലൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താണെന്ന് വിചാരിച്ചാൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കണം എന്നൊരു നിർബന്ധം പുരുഷനെ പോലെ ആർക്കില്ല, ഒരു സ്ത്രീക്ക് ഇല്ല. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു സ്ത്രീ, നിങ്ങൾ അവിടെ വേറെ ചർച്ച ചെയ്യണ്ടോ? അങ്ങനെയാണല്ലോ. അപ്പോ പിന്നെ സാധാരണ ഒരു സ്ത്രീ എന്താണ്, പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ അവൾക്ക് അതിനുള്ള പ്രതിഫലം എന്ത് ചെയ്യും, ലഭിക്കും, ഒരു സംശയക്കാര്യത്തില്ല. പിന്നെ ഇമാമ് ജമാഅത്ത് എന്നുള്ളതാണ്. അപ്പൊ ഒരു ആള് എന്റെ ഭാര്യയ്ക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഞാൻ പള്ളിയിൽ പോവാതെ വീട്ടിൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഞാൻ പള്ളിയിൽ തന്നെയാണ് പോകേണ്ടത്. പിന്നെ വീട്ടിലുള്ള ആളുകൾ എന്താണ്, ജമാഅത്താകുന്നതിൽ വിരോധമില്ല. അപ്പൊ വീട്ടിൽ കുറച്ച് സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, ജമാഅത്തായി നമസ്കരിക്കാം, അതിലൊരു വിരോധമല്ല. അപ്പോ ഈ ജമാഅത്ത് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്, പള്ളിയിൽ നടക്കുന്ന ജമാഅത്തായ നമസ്കാരങ്ങൾക്കാണ്. പിന്നെ ഇപ്പൊ സാധാരണഗതിയിൽ 4 or 5 ആളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും നിസ്കരിക്കാതിരിക്കാൻ അതെന്ത് ചെയ്യാൻ, കൂട്ടമായി നിർവഹിക്കുക എന്നുള്ളതുള്ളൂ. അതിനിപ്പോ ഈ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നൊന്നും ചോദിച്ചാൽ കിട്ടുന്നൊന്നും പറയാൻ നമുക്കറിയില്ല. കാരണം അതൊക്കെ പള്ളിയിൽ പോയിട്ടുള്ള നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ആണായാലും പെണ്ണായാലും എന്ത് ചെയ്യുക, നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിച്ചതിന്റെ പ്രതിഫലത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അത് നിർബന്ധമല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, അവൾ അവളുടെ സാഹചര്യങ്ങൾ വെച്ച് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കലാണ് അതിന്റെ രൂപം. പിന്നെ മയ്യത്ത് നിസ്കാരമാണ്. മയ്യത്ത് നമസ്കാരം എല്ലാവർക്കും നിസ്കരിക്കാമല്ലോ, ആണിന് നമസ്കരിക്കാം, പെണ്ണിന് നമസ്കരിക്കാം, എല്ലാവർക്കും നമസ്കരിക്കാൻ പറ്റും. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണും, സ്ത്രീകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരു സമയം കൊടുക്കും, മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുന്നേ കൊടുക്കും, അതിലൊന്നും ഒരു തെറ്റില്ല. അപ്പൊ സ്വാഭാവികമായും ജനാസിന്റെ കൂടെ വരാൻ സ്ത്രീകൾക്ക് പറ്റൂല, ഇത്തിബാഉൽ ജനാസ് അവർക്ക് പറ്റൂല, ജനാസിന്റെ കൂടെ പോകാൻ പുരുഷന്മാർക്കേ പറ്റൂ.
അതുകൊണ്ട് പൊതുവെ സ്ത്രീകൾ കൂടെ വരാത്തത് കൊണ്ട് അവർക്ക് അവിടുന്ന് നിസ്കരിക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയ്ക്ക് എങ്ങനെ നിസ്കരിച്ചു വെച്ചാൽ നമ്മൾ ഇന്നത്തെ മാതിരി പറയണ മാതിരി ഒരു 4 മണിക്ക് ജനാസ നമസ്കരിക്കുന്ന അനൗൺസ് ചെയ്തിട്ട് എല്ലാവരും 4 മണിക്ക് വന്ന് അവസാനത്തെ ആൾ ഓതു കൊടുത്തിട്ടാണ് നമ്മൾ നാട്ടിൽ നിസ്കരിക്കുന്നത്. അതൊക്കെ നല്ല തന്നെ. പക്ഷെ ശരിക്കും നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാ വെച്ചാൽ മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് കുളിപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ ആർക്കും നിസ്കരിക്കാം. വരിക, നിസ്കരിച്ച് പോവുക, അങ്ങനെ പോവാം. ഉടനെ മറവ് ചെയ്യും. ഇങ്ങനെ വൈകിപ്പിക്കലൊന്നുമില്ലല്ലോ ഇസ്ലാമിൽ, പെട്ടെന്ന് മറയുകയല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തി കഴിഞ്ഞാൽ ആർക്കും വന്ന് നമസ്കരിച്ച് പോകാം. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ സന്ദർശിച്ചു പോകലാണ്. അത് കുളിപ്പിച്ച് കിടത്തുകയാണെങ്കിൽ എല്ലാവർക്കും വന്ന് നിസ്കരിച്ച് തന്നെ പോകാം, അതിനൊരു പ്രയാസമില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ സാധാരണ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ സ്ത്രീകൾ തന്നെ ഇമാമത്ത് നിൽക്കണം എന്ന് ചില സ്ഥലങ്ങളിൽ വാശി പിടിക്കണം. അങ്ങനെ ഒന്നുമില്ല. സ്ത്രീകൾ മാത്രമാണെങ്കിലും ഇമാമ ആരാവാം? ഒരു പുരുഷനാവാം. ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ ഒരു പുരുഷനാണ് എന്ത് ചെയ്യേണ്ടത്? ഇമാമത്ത് നിൽക്കേണ്ടത്. ഒരു സ്ത്രീയെ നിർബന്ധിച്ച് പെണ്ണുങ്ങൾക്ക് ഇമാമ് സ്ത്രീകൾ തന്നെ നിൽക്കണം എന്ന് നിർബന്ധിക്കേണ്ട ഒരു ആവശ്യമില്ല. കൂട്ടത്തിലൊരു പുരുഷൻ ഒന്ന് നിസ്കരിക്കുക, ബാക്കിയുള്ള ഒരു മൗമുമായി നിസ്കരിച്ചാൽ മാത്രം മതിയാവുന്നതാണ് സംഗതി. പിന്നെ ഇപ്പോ ഒരു സ്ത്രീ ഇമാമത്ത് നിന്നു എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലതാനും. ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിസ്കരിക്കാൻ വേണ്ടി ചെയ്താൽ പ്രശ്നമല്ല. പക്ഷെ സാധാരണഗതിയിൽ ഒരു സ്ത്രീകളാണെങ്കിലും അവർക്ക് പുരുഷന്മാർ ഇമാമ് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പുരുഷൻ ഇല്ലാത്ത സമയത്താണ് ഒരു സ്ത്രീ എന്താകേണ്ടത്? ഇമാമ് നിൽക്കേണ്ടത്. അതൊക്കെ ഇമാമത്തിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ നിസ്കാരം തുടങ്ങി ഉടനെ എമർജൻസി കോൾ വന്നു, അപ്പൊ നിർത്താൻ പറ്റും? സ്റ്റാഫ് വന്ന് വിളിക്കാനല്ലോ എമർജൻസി കോളിനെ. നിസ്കാരം സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ നിസ്കാരം നിർത്തി എമർജൻസി കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും? അതൊരു കുഴക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സാധാരണഗതിയിൽ എന്താണ് ഇപ്പൊ നിങ്ങളെ ഈ ഡോക്ടർമാർ, നമ്മൾ ഡോക്ടറല്ലല്ലോ, നമുക്ക് ചില പരിമിതികളുണ്ട്. പക്ഷെ ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അപ്പൊ ഇത് പിന്നെ അത് അതിന്റെ ഒരു ഫീൽഡിലുള്ള ആളുകൾക്ക് പറയും പോലെ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആളെ പേരൊന്നും പറയില്ല, വളരെ അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാനൊരു ചിന്ത പറയട്ടെ. ആയിക്കോട്ടെ. അപ്പൊ എന്താ വെച്ചാല് ആൾക്കാരെ വിചാരം ഈ മൊബൈൽ പറഞ്ഞ ഭയങ്കര സംഗതി, എടുത്തില്ലെങ്കിൽ എന്തിനും സംഭവിക്കുന്നതാണ്. അങ്ങനെ ഉണ്ട് ഒരു പ്രശ്നം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അയാൾക്ക് എന്റെ അഭിപ്രായത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും അധികം തിരക്കുള്ള, ഏറ്റവും അധികം എമർജൻസി ഉള്ള ഒരാളാണ് അദ്ദേഹം. അയാളുടെ OP, അയാളുടെ സ്പെഷ്യലൈസേഷൻ തന്നെ അതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ എമർജൻസി കോളുകൾ പരിശോധിക്കുമ്പോൾ ഏറി വന്നാൽ അറ്റൻഡ് ചെയ്യൽ നിവർത്തില്ലാത്ത കോളായിട്ട് ഞാൻ കാണുന്ന ഒരു ദിവസത്തിൽ എനിക്ക് ആവറേജ് 2 കോള് 3 കോള് അത്രേ ഉണ്ടാവുള്ളൂ സാധാരണഗതി. അപ്പൊ ഇതൊക്കെ ഒരു അപൂർവ കേസാണ്. എന്ത് നിസ്കരിക്കുമ്പോൾ തന്നെ ഒരു കോള് വരിക എന്നൊക്കെ ഉള്ളത് എന്താണ് വളരെ അപൂർവമായ സംഗതിയാണ്. ഇനിയിപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ എന്താ വെച്ചാൽ നമസ്കാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡാക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോ കുട്ടികൾ കരയുന്നത് കേട്ടത് എമർജൻസി കോള് എന്ന് ഉദ്ദേശിച്ചത് ഒരു എമർജൻസി പേഷ്യന്റ് വന്നു എന്നതാണ്. അതെ മനസ്സിലായി. പേഷ്യന്റ് വന്നപ്പോഴുള്ള വിളി. അപ്പൊ ഞാൻ മനസ്സിലായി. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ നിസ്കാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡാക്കാൻ പറ്റും. ഇതുപോലെ സാധാരണ ഒരു കുട്ടി കരയുന്ന സമയത്തിന് വിശ്വാസം സുഹൃത്തുക്കൾ ലഘൂകരിച്ചിട്ട് ഓതിയിരുന്നു എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമ്മുടെ നമസ്കാരം തീർത്തു പോകാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. പരമാവധി നമ്മുടെ നമസ്കരിക്കാൻ നിന്ന് കഴിയുമ്പോൾ ആ നമസ്കാരം പൂർത്തിയാക്കാന്നല്ല. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇപ്പൊ നമ്മളിങ്ങനെ നിസ്കരിക്കുകയാണ്, അപ്പൊ ഒരു കുട്ടി ഒരു ഉയരത്തിന് താഴത്തേക്ക് വീഴാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് വയർ തൊടാൻ പോവുകയാണ്. അപ്പോഴൊക്കെ നമ്മളെന്താ നിസ്കാരം വീഴാക്കല്ല, അത് പരിഹരിച്ചിട്ടാണ് നമ്മൾ ഒന്ന് നിസ്കരിക്കേണ്ടത്. പക്ഷെ ഇതിപ്പോ ഹോസ്പിറ്റലിൽ പോയി പരിഹരിച്ച് വന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള ഒരു സമയമുണ്ടെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഒരു ലോഹർ സമയത്താണ്, കുറച്ച് വിശാലമായ സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അതിന്റെ പ്രായോഗികതയായിരിക്കും പ്രശ്നം. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടല്ല, ഹോസ്പിറ്റലിൽ നമ്മൾ ഇരിക്കുകയാണ്, അപ്പൊ നമ്മൾ അവിടുത്തെ റൂമിനൊക്കെ നിസ്കരിക്കണമെങ്കിൽ എമർജൻസി ബ്ലീഡിങ് അങ്ങനെയൊക്കെ അത്ര അർജന്റ് ആണെങ്കിൽ നിർത്തി നിസ്കാരമൊക്കെ പിന്നെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കാലോ. അവിടെ നിസ്കാരം മുറിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പിന്നെ വന്ന് നമുക്ക് നിസ്കരിക്കാം. പക്ഷെ പരമാവധി എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ നമസ്കാരം ഒരു സമയമൊക്കെ കുറഞ്ഞ സമയങ്ങളുള്ളൂ, അത് അതിന്റെ രൂപത്തിലും കാര്യത്തിലും നിർവഹിക്കാവുന്ന ഒരു അവസ്ഥ. അതൊക്കെ ബേജാറിൽ ഇങ്ങനെ കോള് വരുമെന്ന് ആലോചിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അതിനൊക്കെ കുറച്ചൊരു ചിട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു 4, 5, 2, 3 മിനിറ്റ് അല്ലേ, അതൊക്കെ നമ്മൾ അതിന്റെ ഒരു കണിശതയിൽ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇപ്പൊ കഴിയാത്തൊരു കാര്യത്തിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം. അങ്ങനെയാണോ നല്ലത്? എന്റെ പേര് റഷീദ്, വല്ലപ്പുഴ. ബാങ്ക് കേട്ടാൽ നമ്മള് ജമാഅത്തായി നിസ്കരിക്കണം എന്നാണ് പറയണത്. പള്ളിയില് ജമാഅത്തായി പോയി നമസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതായത് അവസ്ഥ വിശദീകരിക്കും. അവസ്ഥ പറഞ്ഞാല് നമ്മൾ പള്ളിയില് മുജാഹിദ് പണ്ഡിതന്മാർ പറയണത് ഷിർക്ക് ചെയ്യണ പള്ളിയിൽ അല്ലെങ്കിൽ ആ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ നമ്മളെ പ്രദേശത്ത് എങ്ങനെല്ലാം 1-2 പള്ളികളാണ്.
അപ്പൊ അവിടെ പോയി നിസ്കരിക്കാൻ പറ്റുമോ? ആ ജമാഅത്തിനെ പിന്തുടർന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമെന്ന് വിശദീകരിക്കണം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ആ കാരണം കൊണ്ട് നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മൾക്ക് നമ്മുടെ നാട്ടിലുള്ള ആളെ നമുക്ക് അറിയാം, അയാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ്, ഇങ്ങനത്തെ ആളൊക്കെ. പൊതുവെ നമ്മൾ ഈ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു മുസ്ലിം പള്ളി എന്ന് നമ്മൾ മനസ്സിലാക്കൽ എങ്ങനെ വെച്ചാൽ മൻസൊല്ല സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വാക്കല ദബീഹത്തന, നാം അറുത്തത് ഭക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മളെ കിബിലക്ക് നേരെ തിരിഞ്ഞൊരു ജമാഅത്ത് കണ്ടാൽ നമ്മളവിടെ ഇമാമിനെ പരിശോധിക്കാനൊന്നും പോകണ്ട, വേഗം നിസ്കരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ ഈ ഉറുക്കും മന്ത്രവും എല്ലാ ഏർവാടിയിലും അജ്മീറിലും ഒക്കെ പോയി ശരിക്കൊരു വിഗ്രഹാരാധന പോലെ ഈ ശിർക്കുകളും കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാളെ കീഴിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ മാറി നിന്നാൽ കുഴപ്പമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ ജമാഅത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പൊതുവെ നമ്മളിങ്ങനെ ആളുകളെ ഇമാമിങ്ങളെ നോക്കി സമയം നോക്കി ജമാഅത്ത് ഒഴിവാക്കുന്നില്ല. ജമാഅത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് യാത്രയിലല്ലാത്തപ്പോൾ നമ്മൾ നിസ്കരിക്കാം. ഇനി നേർക്കുനേരെ നമുക്കൊരു ഇസ്ലാമിക വിരുദ്ധതയുണ്ടെന്ന് 100% ബോധ്യപ്പെട്ടു നിവർത്തില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ മാറി നിന്നാൽ പ്രശ്നമില്ലെന്ന് ചില ഫത്വകളിൽ കാണുന്നു. പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവപരമായി ശ്രമിക്കണം. അപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കുന്നത്, നമ്മൾ ഏത് പള്ളിയിലാണെങ്കിലും പൊതുവെ കാദ്യാനികളുടെ പള്ളിയല്ലാത്ത പള്ളിയിലൊക്കെ എന്ത് ചെയ്യുക, ജമാഅത്തിന് സമയമാകുമ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ കൂടുന്നതിന് വിരോധമില്ല എന്നാണ് പൊതുവായ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് അങ്ങനെ 100% ഒരു ശിർക്കിന്റെയും വിഗ്രഹാരാധനന്റെയും ആളാണെങ്കിൽ മാറി നിന്നതുകൊണ്ട് അയാൾ കുറ്റക്കാരനാവില്ലെന്ന് നമ്മുടെ ഇപ്പൊ സലഫി പണ്ഡിതന്മാരുടെ ഒക്കെ ഫത്വകളിൽ കാണുന്നു. അപ്പോ ഏതാണ് യുക്തം എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. നിങ്ങൾ പള്ളി പോകേണ്ട അങ്ങനെയാണെങ്കിൽ പറയാൻ ഞാൻ ആളല്ല. ഇത് പിന്നെ സാർ ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശിർക്ക് എന്നുള്ള വാക്ക് അങ്ങനെ വരുമ്പോൾ അത് ചെയ്യുന്നതിന്റെ ഇസ്മു ഫായിൽ നമ്മൾ പറയാം, മുശ്രിക്ക് തന്നെയാണ് പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരാൾ കാഫിർ ഒരാൾ മുശ്രിക്ക് എന്ന് വിധി എഴുതണമെങ്കിൽ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ നിലവിലുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായും പ്രത്യക്ഷമായും ഒരാൾ ശിർക്ക് ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ മാറി നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പൊതു നിലക്ക് ഒരു മുസ്ലിം പള്ളി എന്ന് മനസ്സിലാക്കി ജമാഅത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോ ഈ സാറ് പറഞ്ഞൊരു രൂപത്തിലാണെങ്കിൽ എന്താ വെച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ മുശ്രിക് എന്ന് നമ്മൾ വിളിക്കുകയും ഒരു മുശ്രിക്കിന്റെ നിലപാട് ഇത്തരം ആളുകളോട് സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ഇമാമത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വിവാഹങ്ങൾ ശരിയാവില്ല, അവരുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ഓരോന്നിലും പ്രശ്നങ്ങളുണ്ട് 100%. അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു മുസ്ലിം സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാനേഷുമാരി നമ്മൾ പറയില്ലേ, ഒരു മുസ്ലിം അയാൾക്ക് വേണ്ട ചില ഐഡന്റിറ്റികളുണ്ട്, അതുള്ളവരോട് നമുക്ക് ആ മാർഗം സ്വീകരിക്കാമെന്നാണ്. ഒരാൾ അർത്താൽ ആരർത്തു, ഒരു മുസ്ലിം അർത്തു എന്ന് നമുക്ക് പറയാം. അങ്ങനെ വിലയിരുത്താനേ പറ്റുള്ളൂ. അതുകൊണ്ടൊരു പ്രായോഗികതയുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഇന്ന വ്യക്തി അയാൾ കൃത്യമായ ഒരു വിഗ്രഹാരാധന പോലെ പെരുമാറുന്ന ഒരാളാന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാളെ പിന്നെ പോയി നിൽക്കണം നമ്മൾ പറയില്ല. പക്ഷേ ഈ പൊതു കാഴ്ചപ്പാടിൽ ഇവിടെ ഒരു സലഫി പള്ളിയിലല്ലാതെ വേറെ എവിടെ ജമാഅത്ത് കൂടിയാലും ശരിയാവില്ലെന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമുണ്ട്, ഞാൻ മനസ്സിലാക്കിയേ എന്റെ അറിവ് വെച്ചിട്ട്. അതില് നമ്മൾ ഈ പള്ളിയില് പിന്നെ പൊതുവെ പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പണ്ഡിതന്മാർ പറയണത്. അപ്പൊ അങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അവർ വിളിക്കലും പ്രാർത്ഥിക്കലും ചെയ്യുന്ന പള്ളികളിൽ ആ ഇമാമിനോട് നമ്മൾ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശിർക്ക് ചെയ്യുന്ന 100% ഉറപ്പുള്ള ഒരാളെ പിന്നെ നിസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇത്തരം പള്ളികളിൽ ഒന്നും നിസ്കരിച്ചാൽ അവിടെ നിന്നും ജമാഅത്ത് അടക്കുമ്പോൾ നിങ്ങൾ ജമാഅത്ത് ഒഴിവാക്കിയാൽ അവിടെ പോകരുതേ എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ളൂ. ഞാൻ പറയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ജമാഅത്തുകൾ നഷ്ടപ്പെടുത്താൻ ഒരു കാരണമായിട്ട് നമ്മുടെ ഒരു സലഫി പള്ളിയിൽ നിന്ന് മാത്രമേ ജമാഅത്ത് നമസ്കരിക്കേണ്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഈ ചോദ്യകർത്താക്കൾക്ക് ചെയ്യുന്നതിന് ഒരു വിരോധമല്ല.
പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാ പള്ളികളിലും ഉള്ള ഇമാമിങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണ്, അവിടെ നിന്നും കയറാൻ നിസ്കാരം ശരിയാവൂല എന്നൊരു വിധി പറയാനുള്ള പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവൂല. കേട്ടാൽ ആ പ്രയാസം നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. അത്രേ ഉള്ളൂ. ചോദ്യങ്ങൾ കഴിയുന്നതും വിഷയത്തിൽ ആസ്പദമാക്കിയായിരിക്കണം ചോദിക്കുന്നത്. പ്ലീസ്. അസ്സലാമു എന്റെ പേര് നിയാസ്. ഞാൻ KCBയിൽ വർക്ക് ചെയ്യണം, കഞ്ചിക്കോട്. എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പലപ്പോഴും ഷിഫ്റ്റ് ആയിരിക്കും പല ഡ്യൂട്ടിയിലും വരുന്നത്. അപ്പോൾ നമ്മള് കമ്പനിയിലായിരിക്കുന്ന സമയത്ത് ളുഹർ മസറൊക്കെ കമ്പനിയിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥ വരും. ആ സമയത്ത് നമുക്ക് കസറായിട്ട് നമസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് മറയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമസ്കരിക്കുമ്പോഴുള്ളത്. നമ്മൾ സുന്നത്തൊക്കെ നമസ്കരിക്കുമ്പോൾ മുമ്പില് ചിലപ്പോൾ ആളുകളുടെ പിന്നിലായിട്ട് നമ്മൾ നമസ്കരിക്കാറുണ്ട്. ആ മുമ്പിലുള്ള ആള് എണിച്ച് മാറുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് വേറെ മറ സ്വീകരിക്കേണ്ടതുണ്ടോ? 2 ചോദ്യങ്ങളുണ്ട്. പിന്നെ ആദ്യം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? അത് ഒരു സംഗതിയാണ്. നമ്മളിങ്ങനെ വരുന്ന സമയത്ത് വ്യത്യസ്തമായ സമയങ്ങൾ നമുക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രധാന പ്രശ്നമുണ്ട്. അതിൽ ഈ ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീനോട് ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ഫത്വയിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു പോസ്റ്റ്മാൻ എപ്പോഴും യാത്രയിലാണ്, ഒരു കണ്ടക്ടർ അയാൾ എപ്പോഴും യാത്രയിലാണല്ലോ, അപ്പൊ അയാൾക്ക് എന്നും ഒരു യാത്രക്കാരന്റെ ഇളവ് സ്വീകരിക്കാൻ പറ്റും? അദ്ദേഹം പറ്റുമെന്നാണ് പറയുന്നത്. അതായത് അയാൾ ഒരു യാത്ര എന്ന്, ഇപ്പൊ നിങ്ങൾ ഒരു യാത്രക്കാരൻ എന്ന നിലക്കാണെങ്കിൽ, അത് ജീവിതകാലം മുഴുവൻ യാത്രക്കാരനാണെങ്കിലും യാത്രക്കാരന്റെ ഹുക്കുമ് വിധി സ്വീകരിക്കാം എന്നാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോ അത് നമ്മുടെ മനസാക്ഷിയാണ്. നിങ്ങളുടെ ജോലിയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു യാത്രക്കാരന് മാത്രമേ, യാത്രക്കാരനല്ലേ ഇളവുള്ളൂ, ഒരു യാത്രക്കാരൻ എന്ന നിലക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. തിരക്കു കാരണമോ ജോലിയുടെ ബുദ്ധിമുട്ടോ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റൂല. ഒരു യാത്ര എന്ന നിലക്കുള്ള ആ ഒരു ഇളവ് പരിഗണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പൊ എന്നോടൊരു സുഹൃത്ത്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, എനിക്ക് ഇത്ര മണിക്കൂറാണ് ഷിഫ്റ്റ്, അപ്പം രാത്രി 3 മണിക്ക് തുടങ്ങിയാൽ പിറ്റേന്ന് 3 മണിക്ക് 12 മണിക്കൂർ അവസാനിക്കുള്ളൂ. അതിലിടയ്ക്ക് ഞാൻ ഇതിന്റെ ഒരു നിരീക്ഷണ കേന്ദ്രത്തിലുള്ളത്, എനിക്ക് എന്റെ മനസ്സൊരിക്കലും തെറ്റാൻ പറ്റില്ല, ഫുള്ള് ഞാൻ കോൺസെൻട്രേഷനിൽ ഇരിക്കണം, മനസ്സുകൊണ്ട് പോലും നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ്. അയാളുടെ നമ്മൾ പറഞ്ഞ ജോലിയാണ് ഒഴിവാക്കുക അല്ലാന്ന് പറഞ്ഞു അല്ലെ, അതല്ലേ പറയാൻ പറ്റും. എന്ന പോലെ എന്താ വെച്ചാൽ എല്ലാ ജോലിയും നമ്മുടെ നിസ്കാരം മര്യാദക്ക് നടത്തൂലെങ്കിൽ എന്താണ്, ഒരു വിശ്വാസിക്ക് ആ ജോലി എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ജോലി എന്നാലും ജീവിതമാർഗ്ഗമല്ലേ, നിസ്കാരം പോയിക്കോട്ടെ എന്നെ പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് അതിൽ ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചിരിക്കണം. അപ്പോൾ യാത്രക്കാരന്റെ ഒരു വിധി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യാത്രക്കാരന്റെ ഇളവ് നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ സമയവും ക്രമങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിസ്കരിക്കാനുള്ളതേ പറ്റുള്ളൂ. മറ വളരെ പ്രധാനമാണ്. മറ വളരെ പ്രധാനമാണ്. കാരണം പല ആളുകളും അത് മറ എങ്ങനെ പരിഗണിക്കില്ല, പള്ളിക്കണ് കയറി എവിടെയും നിസ്കരിക്കാനാണ്. അങ്ങനെയല്ല, ഒരു ചുമരോ ഒരു തൂണോ അല്ലെങ്കിൽ ഒരു സഫിൽ ഇരിക്കുന്ന ഒരാളോ ഒക്കെ എന്ത് ചെയ്യണം, ഇമാമ് ജമാഅത്താകുമ്പോൾ ഇമാമിന് മുമ്പ് മറണ്ടായാൽ മതി, ബാക്കിയുള്ള മൗമൂമിനൊക്കൊന്നും മറ ആവശ്യമില്ല. പക്ഷെ അല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം, മറയോട് ചേർന്ന് നിന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അത് നമസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ചോദിച്ചൊരു ചോദ്യമാണ് എന്ത്, നമ്മൾ ഒരാളെ മറയാക്കി നിസ്കരിച്ചു, അയാളെ എഴുന്നേറ്റ് പോയി, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ എഴുന്നേറ്റ് പോകും എന്ന് തോന്നുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലം മറയാക്കാതിരിക്കുക എന്നുള്ളതേ അതിന് മാർഗമുള്ളൂ. കഴിയുന്നതും അല്ലാത്തൊരു സ്ഥലമോ സന്ദർഭമോ നമ്മൾ പരിഗണിക്കുക. സുത്തുറത്ത് എന്ന് അതിന് പറയാം. സുത്തുറത്ത് മറ വളരെ പ്രധാനമാണ്. അത് നമ്മളെല്ലാവരും നിസ്കാരത്തിൽ ശ്രദ്ധിക്കുകയും വേണം. അതായത് നമ്മൾ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പള്ളിക്ക് നമസ്കരിക്കാൻ വന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്തായിരിക്കും നമസ്കരിക്കുക 2 റക്അത്ത്. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഒരാൾ കയറി വരിക. അപ്പൊ നമ്മൾ സുന്നത്ത് നിസ്കരിക്കണതിന്റെ പിന്നിൽ ആൾ വന്നിട്ട് തൊട്ടടുത്തായിട്ട് വന്നിട്ട് ജമാഅത്തായിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മൾ സുന്നത്താണെങ്കിൽ എങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ആക്ഷൻ ആയിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണോ? അതോ പിന്നെ തുടരുന്ന ആളുകൾക്ക് അവന്റെ നിയ്യത്ത് അനുസരിച്ചുകൊണ്ട് അവന്റെ നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കും. നമ്മൾ എന്താണോ നിസ്കരിക്കുന്നത് നമ്മൾ അത് നിസ്കരിച്ചാൽ മതി. നമ്മൾ അയാൾക്ക് വേണ്ടി ഒരു പരിപാടിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ഫുഖാക്കൾ ഇത്രമാത്രം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു ഫർദ് നമസ്കാരം നിർവഹിക്കപ്പോ ഒരാൾ നമ്മൾ ഇശാക്ക് പള്ളിയിലെത്തി, നമ്മൾ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, സാധാരണഗതിയിൽ എന്ത് ചെയ്യണം, ജമാഅത്ത് നടക്കണ്ടേ, നമ്മൾ ഇശാ കൂടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മഗ്രിബ് നിസ്കരിക്കാൻ പറ്റും. എന്നാൽ നേരെ മറിച്ച്
അസർക്ക് നമ്മൾ പള്ളിയിലെത്തി, അസറിനെ നമ്മൾ ലുഹർ നിസ്കരിച്ചിട്ടില്ല, അസറിന് പള്ളിയിലെത്തി, ലുഹർ നിസ്കരിച്ചിട്ടില്ല, യാത്രക്കാരനാണ്, അവിടെ അസർ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അസർ ജമാഅത്തിൽ ലുഹർ നമസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടെ തുടരാനാണ് പറയുന്നത്. അപ്പൊ ഇമാമ എന്താ നിസ്കരിക്കണത്? അസർ. നമ്മളെന്താ നിസ്കരിക്കണത്? ലുഹർ. 2-4 റക്അത്താവുകൊണ്ട് പ്രശ്നം വരൂല, ചെയ്യാനാണ്. അത്രമാത്രം അനുവാദ വിഷയത്തിലുണ്ട്. അപ്പൊ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് തുടർന്നാൽ അയാൾ വിചാരിച്ച അയാൾ നിസ്കരിക്കും, നമ്മൾ വിചാരിച്ച നമ്മൾ നിസ്കരിക്കും, ഒരു പ്രശ്നമല്ല. ഇതിപ്പോ ഈ തോണ്ടലും തള്ളലും ഒന്നും ഇല്ല ശരിക്കും നിസ്കാരത്തിൽ. എന്താ വെച്ചാൽ ശരിക്കും ഇപ്പൊ നമ്മള് 2 ആൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ നിസ്കരിക്കും, വേറൊരാൾ വന്നാൽ അയാൾ എന്നോട് ചേർന്ന് ഒരു സെഫറിക്കറ മാറിയാ നിൽക്കേണ്ട ശരിക്കും. പിന്നെ എനിക്കറിയില്ല ഇപ്പൊ എന്റെ ഒപ്പം നിസ്കരിക്കാത്ത ബാക്കിലൊക്കെ വന്ന് നിൽക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഒരാൾ കയറി വന്ന് നമ്മൾ അടുത്തണം നിന്നാൽ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവുക നമ്മൾ തുടരുകയാണെന്ന്. അത്ര മതി. ഇനിയിപ്പോ തോണ്ടേണ്ട ആവശ്യമോ പറയേണ്ട ആവശ്യമോ നിങ്ങൾ എന്റെ ഇമാമാന്ന് അയാളെ വിളിച്ച് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പിന്നെ ആൾക്കാർ ഇങ്ങനെ പ്രായോഗികമായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ വരിക, അയാളെ കൂടെ ഒരു സെഫിൽ നിൽക്കണ പോലെ നിൽക്കുക. അപ്പൊ എന്ത് ചെയ്യും? നമസ്കാരം നമ്മളതിനെ തുടരാന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് അയാൾ നിസ്കരിക്കണം, നിസ്കരിക്കുക, മറ്റാൾ ഉദ്ദേശിക്കണം എന്തോ അത് അയാൾക്ക് കിട്ടും.